ലേവ്യ പുസ്തകം അധ്യായം 10. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അനന്തരം അഹറോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂയും ഓരോ ധൂപക്കുറ്റിയെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. അപ്പോൾ മോശ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും, സർവജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തത് ഇത് തന്നെ എന്ന് അഹ്റോനോട് പറഞ്ഞു. അഹ്റോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശ അഹ്റോന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മീശായേലിനെയും എൽസാഫാനെയും വിളിച്ചവരോട്, നിങ്ങൾ അടുത്തു ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു. മോശ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്നു അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. പിന്നെ മോശ അഹ്റോനോടും അവന്റെ പുത്രന്മാരായ എലിയാസാരോടും ഈഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹം ദൈവം ദഹിപ്പിച്ച ദഹന നിമിത്തം കരയട്ടെ. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. ദൈവത്തിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. ദൈവം അഹ്റോനോട് അരുളി ചെയ്തു, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള നിയമമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വേർതിരിക്കേണ്ടതിനും ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു. സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനു തന്നെ. അഹ്റോനോടും അവന്റെ പുത്രന്മാരായ എലിയാസരോടും ഈഥാമാരോടും മോശ പറഞ്ഞു, ദൈവത്തിന്റെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങൾ എടുത്ത് യാഗപീഠത്തിന്റെ അടുക്കൽ വച്ച് പൊളിപ്പില്ലാത്തതായി ഭക്ഷിപ്പിൻ. അത് അതിവിശുദ്ധം. അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കർത്താവിന്റെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, സമർപ്പിതമായ നെഞ്ചും കൈക്കുറയേകും നീ നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു. മേധസ്സിന്റെ ദഹനയാഗങ്ങളോടുകൂടെ അവർ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്യേണ്ടതിന് അർപ്പണ കൈക്കുറയും നെഞ്ചും കൊണ്ടുവരണം. അത് ദൈവം കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം. പിന്നെ പാപയാഗമായ കോലാടിനെ കുറിച്ച് മോശ താല്പര്യമായി അന്വേഷിച്ചു.
എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ അവൻ അഹ്റോന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ ഏലിയാസാറോടും ഈതാമാറോടും കോപിച്ചു. പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളയുവാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കുവാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത്? അതിന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഹ്റോൻ മോശയോട്, ഇന്നവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും ദൈവസന്നിധിയിൽ അർപ്പിച്ചു. എനിക്കിങ്ങനെ ഭവിച്ചുവല്ലോ. ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചു എങ്കിൽ അത് കർത്താവിന് പ്രസാദകമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.